നമ്മുടെ മോളാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. അനുമോൾ എന്ത് തെറ്റാ ചെയ്തേ? അനുമോള് തെറ്റ് ചെയ്തു നല്ല ബാലേട്ടാ. പിന്നെ താൻ ഈ പറയുന്നത് എന്താ? അലോക് ശിക്ഷിക്കപ്പെട്ട ആ വേദന താങ്ങാൻ കഴിയാതെ എന്റെ അമ്മ. ബാലേട്ട, അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതോർത്ത് ജീവിതകാലം മുഴുവൻ ഞാൻ നേറി കഴിയേണ്ടി വരില്ലേ? അതാ എന്റെ പേടി. ഗോമതി, ഈ കേസിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ദൂരം മുന്നോട്ട് വന്നു. ഇനി പിന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. അത് നടക്കില്ല. ബാലേട്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ കാര്യം വക്കീലിനോടൊന്ന് സംസാരിക്കരുതോണം. അവന് ശിക്ഷ കുറച്ചു കൊടുക്കണമെന്ന് ഞാൻ നമ്മുടെ വക്കീലിനോട് പറയണോ? പിന്നെ എന്തിനാ നമ്മൾ കേസ് നടത്തുന്നെന്ന് അയാൾ ചോദിക്കില്ലേ? ഗോമതി, ഈ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ നമ്മുടെ വക്കീലിനോട് പറയില്ല. എന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞാലോ? ഗോമതി, വെറുതെ അനാവശ്യ പ്രശ്നം ഉണ്ടാക്കരുത്. മിണ്ടാതിരുന്നോണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, തിരിച്ചു പോകും. പിന്നെ ഇതേക്കുറിച്ച് അനുമോളോടൊരു അക്ഷരം പോലും പറഞ്ഞു പോരുത്. പറഞ്ഞു കേട്ടല്ലോ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. എന്താമ്മേ? എടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മേ, എന്താ കാര്യം? പറ അമ്മേ. ഒന്നുമില്ല മോളെ. വക്കീല് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മോള് പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. അമ്മ പേടിക്കണ്ട. കോടതിയിൽ പറയാനുള്ളതെല്ലാം ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞോളാം. ആദ്യം നമ്മുടെ കേസായിരിക്കും വിളിക്കുന്നത്. CW അനുശ്രീ. മോളെ, മോളെ, സത്യം നിന്റെ കൂടെ ഉള്ളപ്പോ മോൾക്ക് ഒരു പേടിയും വേണ്ട. ധൈര്യമായിട്ട് പോയിട്ട് വാ. ചെല്ല്. മോളെ, പേടിക്കണ്ടോ? ചെല്ല്. കൊടുങ്ങതാ. അമ്മേ, Mr. Ravivarma, you may proceed. Thank you, my lord. Much obliged, Your Honor. കഴിഞ്ഞ വിസ്താരത്തിൽ ഈ കോടതി സാക്ഷിയായ അനുശ്രീയുടെ മൊഴി കേട്ടു. ആ മൊഴി കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണെന്ന തോന്നലുണ്ടാവാം. പക്ഷേ ആ മൊഴിയിലെ ചില അടിസ്ഥാനപരമായ വൈരുദ്ധ്യങ്ങൾ ഈ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് എന്റെ കടമയാണ്, യുവർ ഓണർ. ഗോഡ്. വാദിഭാഗം പറയുന്നത് അലോക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് അനുശ്രീയെ ഭീഷണിപ്പെടുത്തി അലോകിനെ കാണാൻ നിർബന്ധിതയാക്കിയെന്നാണ്. ആ വാദം ശരിയാണെങ്കിൽ എന്റെ സംശയം ഇതാണ്, യുവർ ഓണർ. അനുശ്രീ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അലോകിന്റെ ഭാര്യയായതെന്നാണ് ഈ കോടതിയുടെ മുന്നിൽ പറഞ്ഞത്. ഈ കേസിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇവിടെയാണ്, യുവർ ഓണർ. സ്വന്തം ജീവിതം തകർക്കാൻ ശ്രമിച്ച ഒരാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി
വിവാഹം കഴിക്കുമോ? തന്നെ തട്ടിക്കൊണ്ടുപോയ ആളോടൊപ്പം അയാളുടെ ഭാര്യയായി ദിവസങ്ങളോളം കഴിയാൻ തയ്യാറാകുമോ? യുവർ ഓണർ, ഇവിടെയാണ് ഈ കേസിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത്. വാദിഭാഗം പറയുന്നത് പോലെ അലോകിന് അനുശ്രീയോട് പ്രണയം ഉണ്ടായിരുന്നില്ല എന്നല്ല. അനുശ്രീക്ക് അലോകിനോട് പ്രണയം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് പ്രതികാരമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ലേൺ കൗൺസിൽ സാക്ഷി മൊഴിയെ വളച്ചൊടിച്ച് സ്വന്തം നിഗമനങ്ങൾ ഈ കോടതിയുടെ മുന്നിൽ വസ്തുതകളായി അവതരിപ്പിക്കുകയാണ്. ഇത് നിയമപരമായി അംഗീകരിക്കാനാവില്ല. മൈ ലോർഡ്, ഞാൻ സാക്ഷിയുടെ മൊഴി വളച്ചൊടിക്കുകയല്ല. ആ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഈ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. യുവർ ഓണർ, സാക്ഷി പറഞ്ഞ സത്യങ്ങളെ അർത്ഥസത്യങ്ങളും നുണകളുമാക്കി മാറ്റാനാണ് പ്രതിഭാഗം ശ്രമിക്കുന്നത്. Objection overruled. Mr. Reviewma, confine yourself to the facts. Proceed. മച്ച് ഒബ്ലൈജ്ഡ് യുവർ ഓണർ. അനുശ്രീ, പ്രതിയുടെ വീട്ടിൽ നിങ്ങൾ ദിവസങ്ങളോളം താമസിച്ചിരുന്നില്ലേ? താമസിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും പ്രതിയായ അലോകിനെതിരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടോ? അല്ല, ചോദ്യം വ്യക്തമായല്ലോ. അലോകിനെതിരെ ഒരു പരാതിയെങ്കിലും, ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? പോട്ടെ, നിങ്ങളെ അലോക് ആ വീട്ടിൽ തടഞ്ഞു വെച്ചതായി നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അലോകിനെതിരെ ഒരു പരാതിയെങ്കിലും, ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? പോട്ടെ, നിങ്ങളെ അലോക് ആ വീട്ടിൽ തടഞ്ഞു വെച്ചതായി നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യുവർ ഓണർ, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ല എന്നതാണ് അതിനർത്ഥം. പ്രതിയുടെ വീട്ടിൽ സാക്ഷി സ്വന്തം ഇഷ്ടപ്രകാരമാണ് കഴിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടി ഒരിക്കൽ പോലും സഹായം തേടാതിരിക്കുവോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ലേൺ കൗൺസിൽ വീണ്ടും സ്വന്തം നിഗമനങ്ങളാണ് കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു പെൺകുട്ടി ആ വീട്ടിൽ കഴിയുന്നത് അസ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം വസ്തുതകൾക്ക് വിരുദ്ധമാണ്. പ്രതിയായ അലോകിനെതിരെ എന്റെ കക്ഷി പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് തെറ്റായ വാദമാണ്. യുവർ ഓണർ, ഈ കേസിന്റെ രേഖകൾക്കൊപ്പം ഞാൻ സമർപ്പിക്കുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ദിവാകരൻ നൽകിയ സത്യവാങ്മൂലമാണിത്. ആ സത്യവാങ്മൂലത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വഴിയിൽ വെച്ച് പ്രതിയായ അലോക് അനുശ്രീയെ ഉപദ്രവിക്കുന്നത് SHO ദിവാകരൻ നേരിട്ട് കണ്ടു. അദ്ദേഹം അതിൽ ഇടപെട്ടു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ എന്റെ കക്ഷിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നത്. മാത്രവുമല്ല, ഇനി എന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ തന്നെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് സ്വന്തം ഫോൺ നമ്പർ തന്നെ നൽകുകയും ചെയ്തു. ഇവയെല്ലാം ആ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഏതടിസ്ഥാനത്തിലാണ് എന്റെ കക്ഷി പ്രതിയുടെ വീട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കഴിഞ്ഞതെന്ന് ലേൺ കൗൺസിൽ ഈ കോടതിയുടെ മുമ്പിൽ വാദിക്കുന്നത്? യുവർ ഓണർ, അതുകൊണ്ട് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പ്രതിയുടെ വീട്ടിൽ താമസിച്ചത് ആ ബന്ധത്തിന്റെ സ്വാഭാവിക തുടർച്ച മാത്രം. ഒരിക്കലുമല്ല യുവർ ഓണർ.
എന്റെ കക്ഷി ആ വീട്ടിൽ കഴിഞ്ഞതിന്റെ കാരണം ഈ കോടതിയുടെ മുന്നിൽ വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ട്. അത് പ്രണയം കൊണ്ടല്ല, ഭയം കൊണ്ടാ. പ്രതിയുടെ ഭീഷണിക്ക് മുന്നിൽ സ്വന്തം കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ എന്റെ കക്ഷി നിർബന്ധിതയായതാണ്. അത് മാത്രമാണ് സത്യം. യുവർ ഓണർ, വാദിഭാഗം പറയുന്നത് പ്രതിയായ ആലോക് അനുശ്രീയുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോടതിയുടെ മുന്നിൽ എനിക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പ്രതിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അനുശ്രീക്ക് വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങളുടെ ബില്ലുകളാണിവ. ഈ ബില്ലുകളുടെ ആകെ തുക 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അനുശ്രീയുടെ ജീവിതം തകർക്കാനാണ് എന്റെ കക്ഷി ആഗ്രഹിച്ചതെങ്കിൽ എന്തിനാണ് ഇത്രയും കരുതലോടെ അവൾക്കായി ഇതെല്ലാം വാങ്ങിയത്? ഒരു സ്ത്രീയോട് സ്നേഹമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം ചില സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തതുകൊണ്ട് ആ കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല. പ്രതിയുടെ വീട്ടിൽ എന്റെ കക്ഷിയെ നന്നായി നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് പ്രതി ചെയ്ത കുറ്റം അത് കുറ്റമല്ലാതാകുന്നില്ല. പ്രതിഭാഗം പറയുന്നത് പോലെ ആ വീട്ടിൽ എന്റെ കക്ഷിക്ക് സമാധാനമോ സ്വസ്ഥതയോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അലോകിന് എന്റെ കക്ഷി ഒരു ഭാര്യയായിരുന്നില്ല, ഒരു ജീവിത പങ്കാളിയും ആയിരുന്നില്ല. ദേവമംഗലത്തുകാരോടുള്ള വർഷങ്ങളായുള്ള പക തീർക്കാൻ ലഭിച്ച ഒരു ആയുധം മാത്രമായിരുന്നു. ആ പക തീർക്കാൻ അനുശ്രീയെ വീണ്ടും വീണ്ടും അയാൾ ഉപയോഗിച്ചു. അനുശ്രീയോട് അലോക് ചെയ്തതൊക്കെ ഏറ്റവും ഹീനമായ കാര്യങ്ങളാണ്. സ്വന്തം അച്ഛന് മുന്നിൽ, സഹോദരന്മാരുടെ മുന്നിൽ അനുശ്രീയെ അലോക് മനഃപൂർവ്വം അപമാനിച്ചു. ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട ബഹുമാനമോ ഒരു സ്ത്രീക്ക് നൽകേണ്ട പരിഗണനയോ ഈ പ്രതി ഒരിക്കലും എന്റെ കക്ഷിക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് പ്രതിയുടെ വീട്ടിൽ താമസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അത് സന്തോഷകരമായ ദാമ്പത്യമാണെന്ന് എന്തർത്ഥത്തിലാണ് ഈ പ്രതിഭാഗം ആരോപിക്കുന്നത്? യുവർ ഓണർ, എന്റെ കക്ഷി സ്വന്തം കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അലോകിനൊപ്പം കൃഷ്ണമംഗലത്ത് കഴിഞ്ഞത്. അതൊരിക്കലും ഒരു ഭാര്യയുടെ ജീവിതമേ ആയിരുന്നില്ല, ഒരു തടവുകാരിയുടെ ജീവിതമായിരുന്നു. പ്രതിഭാഗം ആ സത്യത്തെ മറച്ചുവെക്കാനുള്ള ശ്രമം മാത്രമാണ് ഈ കോടതിയുടെ മുന്നിൽ നടത്തുന്നത്. യുവർ ഓണർ, Mr. Deviorma, the court has heard enough. Please take your seat. ഹലോ, നിങ്ങൾക്ക് ഈ കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അനുശ്രീ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. തെറ്റ് ചെയ്തേ ഞാനാ. ഞാൻ ചെയ്ത തെറ്റിന് ഈ കോടതി എന്ത് ശിക്ഷ തന്നാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. യുവർ ഓണർ, എന്റെ കക്ഷി കഴിഞ്ഞ കുറേ നാളുകളായി അറസ്റ്റും ജയിൽവാസവുമാണ്. അതുമൂലം നിരന്തരമായ മാനസിക സമ്മർദ്ദവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ സ്ഥിരതയുള്ളതല്ല. അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായി
ചില സാക്ഷികളെ കൂടി വിസ്തരിക്കാൻ ഈ കോടതി സമയം അനുവദിക്കണം. മിസ്റ്റർ രവിവർമ്മ, നിങ്ങളുടെ കക്ഷി ഈ കോടതിയുടെ മുന്നിൽ സ്വമേധയാ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം പുതിയ സാക്ഷികളെ വിസ്തരിക്കേണ്ട നിയമപരമായ യാതൊരു ആവശ്യവും ഈ കോടതി കാണുന്നില്ല. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അനുശ്രീ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഈ കോടതിയോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അനുശ്രീ, പറയാനുള്ളത് എന്താണെങ്കിലും മടിക്കാതെ ധൈര്യമായി ഈ കോടതിക്ക് മുന്നിൽ പറയാം. സർ, എനിക്ക് കേസ് പിൻവലിക്കണം. അനു, നീ എന്താ ഈ പറയുന്ന? കേസ് പിൻവലിക്കാന്നോ? അനു, നിനക്ക് എന്താ പറ്റിയേ? ഇരിക്കാനാ പറഞ്ഞു. ഇത് കോടതിയാണോ അറിയില്ലേ? അച്ഛാ, എന്താ മോളെ? നാളെയാണ് കോടതിയിലെ പ്രധാനപ്പെട്ട വാദം അല്ലേ? എന്താ മോളെ, നിനക്ക് ടെൻഷനുണ്ടോ? ഇല്ല, അതൊക്കെ അന്നച്ഛൻ സോഷ്യൽ മീഡിയയിൽ ലൈവ് പോയതോടെ കഴിഞ്ഞായിരുന്നു. പിന്നെന്താ മോൾക്ക് പറയാനുള്ളത്? അല്ല, നാളെ ഞാൻ കോടതിയിൽ എന്ത് പറഞ്ഞാലും അതച്ഛൻ അംഗീകരിക്കുമല്ലോ അല്ലേ? അതെന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത്? നീ കാര്യങ്ങൾ സ്ട്രോങ് ആയി അവതരിപ്പിക്കുന്ന എനിക്കറിയാലോ. ആ അതെ അച്ഛാ, കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയും. എന്റെ മനസാക്ഷി പറയുന്ന തരത്തിലായിരിക്കും ഞാനവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതച്ഛൻ അംഗീകരിക്കുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. സംശയമില്ല, നീ പറയുന്ന എന്തും അച്ഛൻ അംഗീകരിക്കും. എന്താ മോളെ, നമ്മുടെ വക്കീൽ എന്തെങ്കിലും പറയണമെന്ന് മറ്റോ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. വെറുതെ ഞാനൊന്ന് ചോദിച്ചതാ. എന്തായാലും അച്ഛൻ കൂടെ നിൽക്കുമല്ലോ അല്ലേ? അത് മതി. അനുശ്രീ, ഈ കേസ് പിൻവലിക്കാനുള്ള തീരുമാനം പൂർണ്ണമായും നിങ്ങളുടെ സ്വന്തം തീരുമാനമാണോ? ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഈ തീരുമാനമെടുത്തത്? അല്ല സർ, ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല. ഇതെന്റെ സ്വന്തം തീരുമാനമാണ്. എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇത്ര ദൂരം മുന്നോട്ട് വന്നൊരു കേസ് ഇപ്പൊ പിൻവലിക്കാനുള്ള കാരണം എന്താ? സർ, അലോക് ചെയ്ത തെറ്റ് അലോകിന് മനസ്സിലായിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് തിരിച്ചറിയുന്നതാണ് ആ തെറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. പക്ഷേ അതിനർത്ഥം ഞാൻ അയാളോട് ക്ഷമിച്ചു എന്നല്ല. എനിക്കൊരിക്കലും അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല. അയാൾ ചെയ്തതൊന്നും എനിക്കൊരിക്കലും മറക്കാനും കഴിയില്ല.
കേസിൽ 2 കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അലോക് ശിക്ഷിക്കപ്പെട്ട ആ വീട്ടിലുള്ളവരും ആ വേദന അനുഭവിക്കും. അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറായത്. അനു, നിന്റെ തീരുമാനം തെറ്റാ. ആര്യ മോനെ, ഈ കേസ് പിൻവലിക്കാൻ പാടില്ല. അവന് ശിക്ഷയും കിട്ടണം. ആര്യ, ആര്യ ഇരിക്കാനാ പറഞ്ഞ. ഇരിക്കാൻ. ശ്ശെ. വാദിയായ അനുശ്രീ യാതൊരു സമ്മർദ്ദത്തിനും വിധേയയാകാതെയാണ് ഈ പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഈ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വാദിയുടെ അപേക്ഷ ഈ കോടതി പരിഗണിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വാദിയുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ട് ഈ പരാതി പിൻവലിക്കാൻ കോടതി അനുമതി നൽകുന്നു. ദ പെറ്റീഷൻ ഈസ് അലൗഡ്. അനു, എന്താ ഈ ചെയ്തത്? ഇതായിരുന്നു നിന്റെ മനസ്സിലെങ്കിൽ വെറുതെ എന്നെ നാണം കെടുത്തി എന്തിനാ? സോറി സർ. കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. വക്കീലെ, ബാലേട്ട, പുഷ്പം പോലെ ഈ കേസ് നമ്മൾ ജയിക്കുമായിരുന്നു. എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലമായിരുന്നു. എന്നിട്ട് അനു എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോശമായിപ്പോയി. വക്കീലെ, അത് പിന്നെ ഈ അനുമോള് അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? അനു, നീ എന്തായി കാണിച്ചത്? ഇവന് ഭ്രാന്തായോ? എന്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. മാനം കെട്ടവനെ, ഇതിലും ഭേദം നീ ജയിലിൽ കിടക്കുന്നായിരുന്നു. കാലു പിടിക്കാൻ പോയിരിക്കുന്നു.